ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഡിസ്ക്രിമിനേഷൻ ആൻഡ് ഡിസ്പാരിറ്റീസ് എന്ന് പറയുന്ന തോമസ് സോവലിൻ്റെ അതിപ്രശസ്തമായ ഒരു പുസ്തകത്തിനെ കുറിച്ചാണ്. എന്താണ് ഇതിൻ്റെ ഒരു സമ്മറി? ഈ പുസ്തകത്തിന്റെ സമ്മറി ഒറ്റ വാക്യത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളുടെ ഒരു പൊതുബോധമുണ്ട്. ഒരു 50% ഒരു വിഭാഗം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് എല്ലാ മേഖലയിലും 50%-ഓളം പ്രാതിനിധ്യം ഉണ്ടായിരിക്കണം, ഇല്ലെങ്കിൽ എന്തോ ഒരു കള്ളക്കളി നടക്കുന്നുണ്ട്, അനീതി നടക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു ചിന്താഗതിക്കെതിരെയുള്ള ഒരു അഭിപ്രായമാണ് ഈ പുസ്തകം മുന്നോട്ട് വെക്കുന്നത്. അങ്ങനെ അനീതി ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം, പക്ഷെ ചാടിക്കറി അനീതി ഉണ്ടെന്ന് നമ്മൾ പറയരുത് എന്നുള്ളതാണ് ഈ പുസ്തകം പറഞ്ഞു വെക്കുന്നത്. സമൂഹത്തിൽ എന്തുണ്ടായാലും അത് വിഭാഗങ്ങൾക്കിടയിൽ ഇക്വിറ്റി അനുസരിച്ച് വീതിക്കപ്പെടുന്നില്ലെങ്കിൽ അവിടെ എന്തോ അനീതി നടക്കുന്നുണ്ട് എന്നാണ് ഇവരുടെ നിലപാട്. അതിലെന്തെങ്കിലും സത്യമുണ്ടോ? ഇക്വിറ്റി അനുസരിച്ചിട്ട് നമ്മുടെ സമൂഹത്തിൽ ഒരു സാധനം ഡിവൈഡ് ചെയ്യപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ ഉടനെ അനീതിയാണെന്ന് ചാടിക്കയറി പറയരുത് എന്നുള്ളതാണ് ഈ പുസ്തകം പറഞ്ഞു വെക്കുന്നത്. ഇക്വിറ്റി അനുസരിച്ച് എല്ലാ കാര്യങ്ങളും ഡിവൈഡ് ചെയ്യപ്പെടുന്നത് നമ്മൾ എന്താ പറയുക, വി ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡഡ്. പക്ഷെ അങ്ങനെയല്ല കാര്യങ്ങളുടെ സ്ഥിതി. പ്രകൃതിയിൽ പോലും അങ്ങനെയല്ല. അതായത് ജപ്പാനിൽ ഉണ്ടാകുന്നത്ര ഭൂകമ്പങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാവാറില്ല. അതുപോലെ അമേരിക്കയിൽ ഉണ്ടാകുന്നത്ര ചുഴലിക്കാറ്റ് നമ്മുടെ നാട്ടിൽ ഉണ്ടാവാറില്ല. ഇതേപോലെ തന്നെ നമ്മളുടെ വ്യക്തികൾ എന്ന് പറയുന്നത് വ്യത്യസ്തരാണ്. ഓരോ സമുദായങ്ങൾക്ക് ഓരോ സംസ്കാരമുണ്ട്, ഓരോ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ അനുസരിച്ച് ഓരോ താല്പര്യങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ അനുസരിച്ചിട്ട് അവരുടെ റിസൾട്ടുകൾ തമ്മിൽ വ്യത്യാസങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇത് വ്യത്യാസങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടി നമ്മൾ നിർബന്ധിതമായി ശ്രമിക്കുന്നത് ഒരു പ്രശ്നമാണെന്നുള്ളതാണ് ഈ പുസ്തകം പറയുന്നത്. ചരിത്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് മുന്നോക്കം നിന്ന സമുദായങ്ങൾ പിന്നോക്കം പോയതും പിന്നോക്കം നിന്ന സമുദായങ്ങൾ മുന്നോക്കം വന്നതും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പം ഇതിനൊരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, സ്കോട്ട്ലാൻഡ് ഒരു കാലത്ത് വളരെ പിന്നോക്കം നിന്നിരുന്ന ഒരു പ്രദേശമാണ്. അവിടെയുള്ള ആൾക്കാർ എഴുത്തും വായനയും അറിയാതെ കൃഷിക്കാരായിരുന്നു ഒരു കാലത്ത്. പക്ഷെ പിന്നീട് പ്രൊട്ടസ്റ്റന്റ് ചർച്ച് വന്നതോടുകൂടി അവിടെ എഴുത്തും വായനയും വന്നു. എഴുത്തും വായനയും വന്ന ശേഷം അവിടെ ഉള്ളവരെല്ലാവരും ഉന്നത സ്ഥാനങ്ങളിലേക്ക് എത്താൻ തുടങ്ങി. ആഡം സ്മിത്ത് അങ്ങനെ പലരും സ്കോട്ട്ലാൻഡുകാരായിരുന്നു. അതേപോലെ തന്നെ ഒരു ഉദാഹരണമാണ് നമ്മളുടെ ഈ പറഞ്ഞ ജൂതന്മാരെന്ന് പറയുമ്പം ഒരു കാലത്ത് അടിച്ചമർത്തപ്പെട്ടവരായിരുന്നു. യൂറോപ്പിലെ മെയിൻ സ്ട്രീം സൊസൈറ്റിയിൽ നിന്ന് അകറ്റി നിർത്തപ്പെട്ടവരായിരുന്നു. പക്ഷേ ഇവരെ പിന്നീട് എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറഞ്ഞ അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യം ജനിച്ചു. അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യം മതസ്വാതന്ത്ര്യത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു രാജ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടേക്ക് ഇവർ പലരും കുടിയേറിയപ്പം യൂറോപ്പിലുള്ള ഒരു അമേരിക്കനെ കണ്ട് പഠിച്ച് അമേരിക്കയിലെ പോലെ സ്വാതന്ത്ര്യം ഇവർക്ക് കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ കൊടുക്കാൻ തുടങ്ങിയപ്പം അവിടെയും കൂടുതലായിട്ട് ജൂതന്മാർ പഠിക്കാനും എല്ലാത്തിനും പോകാൻ തുടങ്ങി. അങ്ങനെ പിന്നോക്കം നിന്നിരുന്ന ജൂതന്മാർ മുന്നോക്കം വന്ന സ്ഥിതിയും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള എക്സാമ്പിളുകൾ നമുക്ക് ഹിസ്റ്ററിയിൽ ത്രൂ ഔട്ട് കാണാൻ പറ്റും. ഒരു കാലത്ത് പറഞ്ഞിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യൂറോപ്പിൽ വടക്കോട്ട് പോകുന്നതോറും ഒരു അറബി പണ്ഡിതൻ പണ്ട് പറഞ്ഞതാണ്, യൂറോപ്പിൻ്റെ വടക്കോട്ട് പോകുന്നതോറും ആൾക്കാരുടെ നിറം കൂടി വരും, ബുദ്ധി കുറഞ്ഞു വരുന്നു. കാരണം അന്ന് യൂറോപ്പിലെ വടക്കൻ ഭാഗങ്ങൾ അധികം ലോകബന്ധം ഇല്ലാത്ത മലനിരകളും ഒക്കെ ആയിരുന്നു. പക്ഷേ പിന്നീട് കാലത്ത് യൂറോപ്പിൻ്റെ വടക്കൻ ഭാഗങ്ങളാണ് ഇന്നത്തെ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളും ഏറ്റവും ഡെവലപ്ഡ് രാജ്യങ്ങളായിട്ട് മാറിയത്. അപ്പോൾ അത്തരത്തിലുള്ള എക്സാമ്പിളുകൾ നമുക്ക് ലോകം മൊത്തം കാണാൻ പറ്റും. ലോകത്ത് നാച്ചുറലി ഇക്വിറ്റി അനുസരിച്ചല്ല ഒന്നിൻ്റെയും വിതരണം നടക്കുന്നത്. പ്രകൃതിയിൽ പോലും അങ്ങനെയല്ല എന്ന് താങ്കൾ ഉദാഹരണ സഹിതം വ്യക്തമാക്കി. ഒരു വീട്ടിൽ, ഒരു കുടുംബത്തിൽ ഈ ആശയം എങ്ങനെയാണ് നടക്കുന്നത് എന്ന് പറയാൻ സാധിക്കുമോ? ഒരു വീട്ടിലും ഇത് തന്നെയാണ് സ്ഥിതി എന്നുള്ളതാണ് വാസ്തവം. അതായത് ഒരു ചേട്ടനും അനിയനും ഒരു വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഇവർ രണ്ടാളും തമ്മിൽ വ്യത്യസ്ത താല്പര്യങ്ങൾ ഉണ്ടാവും, വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാവും, അതുപോലെ തന്നെ വ്യത്യസ്ത കഴിവുകൾ ഉണ്ടാവും. ഇതാണ് ഒരു വീട്ടിലുള്ള സ്ഥിതി എന്നുണ്ടെങ്കിൽ തന്നെ പിന്നെ സമൂഹത്തിൻ്റെ കാര്യം പറയേണ്ടതില്ലല്ലോ. ഒരു സമൂഹത്തിൽ എന്തായാലും അപ്പോൾ വ്യത്യാസങ്ങൾ ഉണ്ടായിക്കൊണ്ടേ നിൽക്കും. ഇത് പഠനങ്ങൾ തെളിയിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മൂത്ത കുട്ടികൾ താരതമ്യേന ഐക്യു കൂടുതലുള്ളവരും ഉന്നത സ്ഥാനങ്ങളിൽ എത്താൻ സാധ്യത കൂടിയവരുമാണ് ഇളയ കുട്ടികളെക്കാളും. അതുപോലെ തന്നെ ഈ പറഞ്ഞ ട്വിൻസിനേക്കാളും കൂടുതൽ ഉന്നത സ്ഥാനങ്ങളിലെത്താനും ഐക്യു കൂടാനും താരതമ്യേന ചാൻസ് കൂടുതൽ ഈ പറഞ്ഞ ഒറ്റയ്ക്ക് ജനിച്ച കുട്ടികൾക്കാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇതിന് കാരണമായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർക്ക് ചെറുപ്പത്തിൽ കിട്ടുന്ന പാരൻ്റൽ അറ്റൻഷനാണ്. പാരൻ്റൽ അറ്റൻഷൻ ഡിവൈഡ് ആയി പോകുമ്പോൾ ഇത് കുട്ടീൻ്റെ ഐക്യുവിനെ ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ പഠനം പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ പ്രകൃതിയിൽ ഉണ്ട്, അതുപോലെ തന്നെ നമ്മളെ വീടുകളിലൊക്കെ ഉണ്ട്. ഇത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നതേ ഉള്ളൂ. ഈ പുസ്തകത്തിൽ പറയുന്ന മറ്റൊരാശയമാണ് വിവേചനത്തിൻ്റെ ചിലവ്. എന്താണ് അതെന്നൊന്ന് വിശദീകരിക്കാമോ? നമ്മൾ ഈ വിവേചനം നടത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നെങ്കിൽ വിവേചനം നടത്തുന്നത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും ലാഭം ഉണ്ടാവണം, അല്ലാന്നുണ്ടെങ്കിൽ വിവേചനം നടത്തുന്നത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും നഷ്ടം ഒഴിവായി കിട്ടണം. ഇത് രണ്ടും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വിവേചനം നടത്തൂല. ഇതാണ് നമ്മളുടെ സ്ഥിതി. അപ്പോൾ ഇതിന് ഉദാഹരണമായിട്ട് ഈ പുസ്തകത്തിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് അമേരിക്കയിൽ സിവിൽ വാർ കഴിഞ്ഞ ശേഷം അമേരിക്കയിലെ തെക്കൻ ഭാഗങ്ങളിൽ സെഗ്രിഗേഷൻ നിയമങ്ങൾ പാസ്സായി. സെഗ്രിഗേഷൻ നിയമങ്ങൾ എന്ന് പറയുമ്പോൾ കറുത്ത വർഗ്ഗക്കാരെയും വെളുത്ത വർഗ്ഗക്കാരെയും വ്യത്യസ്തരായിട്ട് മാറ്റി നിർത്തുന്ന രീതിയിലുള്ള നിയമങ്ങളാണ്.
അപ്പോൾ ഇത്തരത്തിലുള്ള നിയമങ്ങൾ വന്ന ശേഷം അമേരിക്കയിൽ എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കയിലെ ബസ്സുകളിലും ട്രെയിനുകളിലും ബസ്സുകളിൽ കറുത്ത വർഗ്ഗക്കാർക്ക് വേറെ സീറ്റ്, വെള്ളക്കാർക്ക് വേറെ സീറ്റ്, അതുപോലെ തന്നെ ട്രെയിനുകളിലാണെന്നുണ്ടെങ്കിൽ കറുത്ത വർഗ്ഗക്കാർക്ക് വേറെ കമ്പാർട്ട്മെൻറ്റ്, വെളുത്ത വർഗ്ഗക്കാർക്ക് വേറെ കമ്പാർട്ട്മെൻറ്റ് എന്നീ തരത്തിലുള്ള നിയമങ്ങൾ വന്നു. പക്ഷേ ഈ നിയമങ്ങൾ പേപ്പറിൽ വന്ന ശേഷം പോലും അത് ബിസിനസ്സുകാർ ഒരിക്കലും നടപ്പാക്കിയിട്ടില്ല. അതിനുള്ള കാരണം എന്ന് പറയുന്നത് അത് അവരുടെ ലാഭത്തിന് അഫക്റ്റ് ചെയ്യുന്നുള്ളതാണ്. കാരണം ബസ്സിൽ കയറിയിരിക്കുമ്പം ഒരു വെള്ളക്കാരൻ്റെ വേക്കൻ്റ് ആയിട്ടുള്ള സീറ്റിൽ ഒരു കറുത്ത വർഗ്ഗക്കാരൻ കയറി ഇരുന്ന് കഴിഞ്ഞാൽ അയാളോട് എണീറ്റ് പോകാൻ പറയുമ്പം ബസ്സുകാരന് നഷ്ടപ്പെടുന്ന ഒരു കസ്റ്റമറെയാണ്. അതുപോലെ തന്നെ ഒരു വെള്ളക്കാർക്കും കറുത്ത വർഗ്ഗക്കാർക്കും വേണ്ടി വേറെ വേറെ കമ്പാർട്ട്മെൻറ്റുകൾ കൊണ്ടുവരുന്ന സമയത്ത് ഒരു ട്രെയിനുകാരന് നഷ്ടപ്പെടുന്നത് കുറേ പൈസയാണ്. കാരണം കൂടുതൽ കമ്പാർട്ട്മെൻറ്റ് വരും, അതിനുള്ള ചിലവുണ്ട്. കൂടുതൽ കമ്പാർട്ട്മെൻറ്റ് വരുമ്പോൾ ട്രെയിനിൻ്റെ വെയിറ്റ് കൂടും, അപ്പോൾ കൂടുതൽ എണ്ണ വേണ്ടി വരും ഈ ട്രെയിൻ വലിക്കാൻ വേണ്ടിയിട്ട്, അതിനുള്ള ചിലവുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ ബസ് മുതലാളിനെയും ട്രെയിൻ മുതലാളിനെയും കാര്യം കുറഞ്ഞത് വിവേചനത്തിലൂടെ കട്ടപ്പുകയാവുകയാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ട് ഇവർ വിവേചനത്തിന് ശക്തമായി എതിർത്തിരുന്ന ആൾക്കാരാണ്. അങ്ങനെ ഈ പറഞ്ഞ അമേരിക്കയിൽ സുപ്രീം കോടതിയിൽ വരെ വിവേചനത്തിന് എതിർത്ത് പോയത് പ്ലസി ഫെർഗൂസൺ എന്ന് പറഞ്ഞ ഒരു റെയിൽവേ കമ്പനി ഓണറാണ്. അയാളാണ് പോയിട്ട് ഈ കേസ് നടത്തിയത്. പക്ഷേ അയാൾ നിർഭാഗ്യവശാൽ കേസ് തോറ്റുപോയി. അതായത് വിവേചനം നടപ്പാവണം എന്നുണ്ടെങ്കിൽ അത് നടത്തുന്ന ആൾക്ക് കുറഞ്ഞത് നഷ്ടം ഒഴിവാവണം, അല്ലെങ്കിൽ ലാഭം കിട്ടണം. ഇവിടെ നഷ്ടം ഉണ്ടാവുകയാണ് ചെയ്യുന്നതുള്ളതുകൊണ്ട് ഇവർ വിവേചനത്തെ എതിർത്തു. നമ്മുടെ സമൂഹത്തിൽ പലപ്പോഴും നിലനിൽക്കുന്ന ഒരു ആശയമാണ് എല്ലാവർക്കും എല്ലാം ഒരുപോലെ കിട്ടണം എന്നുള്ള ഒരു കാര്യം, പ്രാതിനിധ്യമാണെങ്കിലൊക്കെ. പക്ഷെ ശരിക്കും എല്ലാവർക്കും എല്ലാം ഒരുപോലെ കിട്ടാത്തതിൻ്റെ കാരണം വിവേചനമാണെന്നാണ് ഇവർ വാദിക്കുന്നത്. ഇതിലെന്തെങ്കിലും ശരിയുണ്ടോ? ഈ പുസ്തകം പറഞ്ഞു വെക്കുന്നത് അക്ഷരാർത്ഥത്തിൽ ഇത്രയേ ഉള്ളൂ. അതായത് നമ്മളുടെ സമൂഹത്തിൽ 50% ഒരു വിഭാഗം ഉണ്ടെന്ന് വിചാരിക്കുക. ഇവർ ഒരു ജോലിയിൽ 10% താഴെയാണെന്നുണ്ടെങ്കിൽ ഉടനടി നമുക്ക് ചാടിക്കയറി ആ 10% കണക്ക് കാണിച്ച് ഇവർ വിവേചനം നേരിടുന്നുണ്ട് എന്നുള്ളത് പറയാൻ പറ്റില്ല. അത് വിവേചനത്തെ തെളിവാക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഈ പുസ്തകം പറയുന്നത്. പകരം നമുക്ക് വിവേചനത്തിൽ തെളിവ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ആഴത്തിൽ പഠിക്കണം എന്നുള്ളതാണ് ഈ പുസ്തകം പറഞ്ഞു വെക്കുന്നത്. അതുപോലെ തന്നെ സമൂഹത്തിൽ നമ്മൾ നേരത്തെ കണ്ട ഒരു കാര്യമാണ്, ഒന്നാമത് ജനിച്ച കുട്ടിയും രണ്ടാമത് ജനിച്ച കുട്ടിയും തമ്മിൽ റിസൾട്ട്സിൻ്റെ അന്തരങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ ഒരു അന്തരം ഉണ്ട് എന്ന സ്ഥിതിക്ക്, ഒരു വീട്ടിൽ തന്നെ ഉണ്ട് എന്നുള്ള സ്ഥിതിക്ക് നമ്മൾ എന്ത് അടിസ്ഥാനത്തിലാണ് വ്യത്യസ്ത വീടുകളുടെ ഇടയിൽ ഇത്തരത്തിലുള്ളൊരു അന്തരം ഉണ്ടാവില്ല എന്നുള്ളത് വിചാരിക്കുന്നത്? 20ാം നൂറ്റാണ്ടിലെ ഏറ്റവും ജനപ്രീതി കിട്ടിയ 2 ആശയങ്ങളാണ് കമ്മ്യൂണിസവും നാർസിസിസവും. ശരിക്കും എന്താണ് ഈ ആശയങ്ങളുടെ പരാജയം അല്ലെങ്കിൽ പൊള്ളത്തരം? സമൂഹത്തിൽ ഡിസ്പാരിറ്റി കാണുമ്പോൾ 2 ആശയങ്ങൾ ഉയർന്നു വരും. ഒരാശയം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നോക്കം പോകുന്ന ആൾക്കാർ പിന്നോക്കം പോകുന്നത് അവർക്ക് ആരോ അടിച്ചമർത്തൽ നേരിട്ടിട്ടാണ്, അതുപോലെ പാര വെച്ചിട്ടാണ്, അത്തരത്തിലുള്ള ഇരുവാദം പറയും. മറ്റൊരാശയം എന്ന് പറയുന്നത് ഇവർ പിന്നോക്കം പോകുന്നത് ഇവർ ജനറ്റിക്കലി പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന ആൾക്കാരായതുകൊണ്ടാണ് എന്നുള്ളൊരു ബ്ലാക്ക് പില്ലാണ് മുന്നോട്ട് വെക്കുന്നത്. അപ്പം സത്യം എന്ന് പറയുന്നത് ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ നിൽക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ളതാണ് ഈ ബുക്ക് പറഞ്ഞു വരുന്നത്. ആദ്യം പറഞ്ഞ ഇരവാദത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കമ്മ്യൂണിസം ഉണ്ടായത്. കമ്മ്യൂണിസം പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറഞ്ഞ പാവപ്പെട്ടവരെ ചൂഷണം ചെയ്തിട്ടാണ് പണക്കാർ ജീവിക്കുന്നത്, പാവപ്പെട്ടവരെ നൂറ്റിയെടുത്തിട്ടാണ് പണക്കാർ ജീവിക്കുന്നത് എന്നുള്ളതാണ് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഏറ്റവും കൂടുതൽ പണക്കാരുള്ള രാജ്യത്തുള്ള പാവപ്പെട്ടവരായിരിക്കണമല്ലോ ഏറ്റവും കൂടുതൽ പിഴിഞ്ഞ ആൾക്കാർ, പിഴിഞ്ഞ് ചണ്ടിയായി ബാക്കി നിൽക്കുന്ന ആൾക്കാർ അവരായിരിക്കണമല്ലോ. പക്ഷേ ലോകത്തെ ഏറ്റവും കൂടുതൽ പണക്കാരുള്ള അമേരിക്കയിലുള്ള പാവപ്പെട്ടവരെന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും നല്ല ജീവിത നിലവാരമുള്ള പാവപ്പെട്ടവരാണ് താരതമ്യേന ബാക്കിയുള്ള രാജ്യങ്ങളിലെ പാവപ്പെട്ടവരെ വെച്ച് നോക്കുമ്പോൾ. അതുപോലെ നാസിസത്തിൻ്റെ ഒരു ഫെയിലിയർ എന്ന് പറയുമ്പം, നാസികൾ ജൂതന്മാർ ഇൻഫീരിയർ റേസാണ്, ആര്യം റേസ് മാത്രമേ നല്ലതുള്ളൂ എന്ന് പറഞ്ഞ് വിശ്വസിച്ച് നടന്നപ്പം അമേരിക്കയിൽ ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കി കൊടുത്ത ഒരു വിശ്വാസിയായിരുന്നു, ജൂത റേസിൽപ്പെട്ട ഒരാളായിരുന്നു അയാൾ. ആ ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കിയതോടുകൂടിയാണ് അമേരിക്കയ്ക്ക് യുദ്ധത്തിലൊരു പുതുജീവൻ കിട്ടുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇത്തരത്തിലുള്ള എക്സ്ട്രീമിസ്റ്റ് ആശയങ്ങൾ പലപ്പോഴും പരാജയപ്പെടുന്നത് ഇങ്ങനെയൊക്കെയാണ്.